ഓക്കെ, ഞങ്ങൾ റെഡി. പ്രജുവിന് മാംഗ്ലൂരിലേക്ക് പെട്ടെന്നൊരു ട്രെയിനിങ് വന്നു. എന്നാൽ പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. കുറേ നാളായി ഞങ്ങൾ ട്രിപ്പിന് പ്ലാൻ ചെയ്യുന്നു. ഓൺലി പ്ലാനിങ് മാത്രമേ നടക്കുന്നുള്ളൂ. അതിനിടയ്ക്കാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യാതെ പെട്ടെന്നൊരു ട്രിപ്പ്. ഇപ്പോൾ രാവിലെ ഒരു 6:30 ഞങ്ങൾ റൂമിലേക്ക് എത്തി. ഇന്ന് സൺഡേ നമ്മൾ എവിടെയെങ്കിലും പോകണം. ഉടുപ്പി ഇവിടുന്ന് ഒരു 1 hour ഡിസ്റ്റൻസിലാണെന്ന് പറഞ്ഞത്. മിക്കവാറും നമ്മൾ അങ്ങോട്ടായിരിക്കും. ലാമി മൺഡേ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുക ബ്രിജുവിന്. അപ്പം ഞങ്ങൾ സാറ്റർഡേ നൈറ്റ് തന്നെ കയറി സൺഡേ മോർണിംഗ് ഇവിടെ എത്തി. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾക്ക് ഇവിടെയൊക്കെ കറങ്ങാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിവിടെ രാവിലെ 6 തന്നെ എത്തി. അപ്പം തന്നെ ഇവിടെ ഒരാൾ ഹോംവർക്ക് ചെയ്യാണ്. അങ്ങനെ നമ്മൾ ഒരു പ്ലാനും ഇല്ലാതെ എത്തിയതാണല്ലോ, അതുകൊണ്ട് എവിടെയാണ് പോകേണ്ടതെന്ന് ഞങ്ങൾക്കും വലിയ ഐഡിയ ഇല്ല. അടുത്തുള്ള പ്ലേസിൽ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. ഈ ട്രെയിനിങ് സെൻറ്റർ ഞങ്ങളുടെ റൂമിനടുത്ത് തന്നെയാണ്. സോ അപ്പം നമുക്ക് അടുത്തുള്ള ഇവിടെ കുറേ അമ്പലങ്ങളും ബീച്ചസൊക്കെയാണ് നമ്മൾ നോക്കുമ്പം. എന്തായാലും ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നമ്മുടെ മസാല ദോശയുടെ ഒറിജിൻ ഉടുപ്പിയാണല്ലോ. ഏതായാലും നമ്മൾ ഉടുപ്പിക്ക് അടുത്തെത്തിയിരിക്കുന്നു. അതുകൊണ്ട് മസാല ദോശ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇവരുടെ മസാല ദോശ ഇത്തിരി സ്പെഷ്യലാണെന്ന് തോന്നി. നമ്മൾ സാധാരണ കഴിക്കുന്നതിലും ഭയങ്കര സ്മൂത്താണ്. ദോശയൊക്കെ ഭയങ്കര ക്രിസ്പി ആയിട്ട് അടിപൊളിയായിട്ട് തോന്നി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉടുപ്പി അടുത്താണല്ലോ, അപ്പം ഉടുപ്പിയിലേക്ക് ഞങ്ങളുടെ ക്യാബ് ബുക്ക് ചെയ്തു. ഉടുപ്പി കൃഷ്ണ ടെമ്പിൾ കാണാമെന്ന് വിചാരിച്ചിട്ട് ക്യാബ് ബുക്ക് ചെയ്തു. പക്ഷേ വന്ന പുള്ളിയുടെ പേര് അക്ഷയ് എന്നാണ്. അക്ഷയ് പറഞ്ഞു, എന്നാൽ നമുക്ക് മാംഗ്ലൂരിൽ മൊത്തം കറങ്ങിയാലോ, 1 day ഫുള്ള് കറങ്ങിയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡായി. ഫസ്റ്റ് നമുക്ക് മൂകാംബിക പോകാമെന്ന് പറഞ്ഞു. മൂകാംബിക ഇവിടുന്ന് കുറച്ച് ദൂരം അധികമുണ്ട്. ഉടുപ്പി തന്നെ ഏകദേശം 100 കിലോമീറ്ററിലധികം ഉണ്ട്. അവിടെ നിന്ന് പിന്നെയും കുറേ അധികം പോകാനുണ്ട്. എന്തായാലും അക്ഷയ് ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഞങ്ങൾക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തത് മൂകാംബികയാണ്. അങ്ങനെ മൂകാംബിക ഞങ്ങൾക്ക് പോകാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ മൂകാംബിക എത്തി. ഇവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു. ഏകദേശം ഒരു 2-2.5 മണിക്കൂറോളം ഞങ്ങൾ ക്യൂവിൽ നിന്നു. എന്തായാലും ഞങ്ങൾ 2.5 മണിക്കൂർ ക്യൂവിൽ നിന്ന് ഞങ്ങൾക്ക് തൊഴാൻ പറ്റി. ഇവിടെ മലയാളികൾ വന്നിട്ടില്ലെങ്കിൽ ദേവി നമ്മളെ കാണാൻ അങ്ങോട്ട് കേരളത്തിലോട്ട് വരും എന്നൊരു കഥയും കൂടി ഉണ്ട്. എന്തായാലും അങ്ങനെ നമുക്ക് തൊഴാനൊക്കെ പറ്റി. ഞങ്ങൾ തൊഴുത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് അവിടുന്ന് പ്രസാദം കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റി. എന്താ ചാനലിന്റെ പേരെന്താ? എന്റെ ചാനൽ കർണാടക ഇൻ സൗത്ത് ആഫ്രിക്ക. ഓക്കെ. സൗത്ത് ആഫ്രിക്കയിൽ എൻ്റെ അനിയനുണ്ടല്ലേ. അക്ഷയ് പറയായിരുന്നു. അക്ഷയുടെ ചാനലിൻ്റെ പേര് കന്നഡിക ഇൻ സൗത്ത് ആഫ്രിക്ക എന്നാണ്. അക്ഷയിൻ്റെ ബ്രദർ സൗത്ത് ആഫ്രിക്കയുണ്ട്. അങ്ങനെ അക്ഷയും ഇവിടുന്ന് വീഡിയോസ് ഇടും, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ബ്രദറും. അങ്ങനെ ഇവരൊരു അടിപൊളി ചാനലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണണം എന്നുള്ളവർ കന്നഡിക ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അക്ഷയ് ഒരു അടിപൊളി വ്ളോഗറാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വേറൊരു ടെമ്പിളിലേക്കാണ് പോകുന്നത്. ആനഗുഡി എന്ന് പറഞ്ഞിട്ടുള്ള ഗണപതി ടെമ്പിളാണ്. അക്ഷയ് പറയായിരുന്നു ഇവിടെ നമ്മുടെ കാന്താര എന്നുള്ള മൂവിയിൽ അതിൻ്റെ ചില പോർഷൻസൊക്കെ ഇവിടുന്ന് എടുത്തിട്ടുണ്ട് എന്ന് പറയായിരുന്നു.
അത് കഴിഞ്ഞ് നമ്മൾ ഉടുപ്പി കൃഷ്ണ ടെമ്പിളിലേക്കാണ് പോയത്. ഈ അമ്പലത്തിനൊരു പ്രത്യേകതയുണ്ട്. അതായത് കണ്ണൻ ശ്രീകോവിലിൽ നിന്ന് പിന്തിരിഞ്ഞ് നിൽക്കുന്നൊരു കണ്ണനെയാണ് നമുക്ക് കാണാൻ പറ്റുക. അതിന് പിന്നിലൊരു കഥയുണ്ട്. ആ കഥയൊക്കെ ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയത്. അതായത് ഒരു കനകദാസൻ എന്ന് പറഞ്ഞ സംഗീതജ്ഞൻ ഉണ്ടായിരുന്നു പഴയ കാലത്ത്. കൃഷ്ണനെ കാണാൻ ഇവിടെ വന്നപ്പോൾ ബ്രാഹ്മണനല്ലാത്തതിനാൽ കൃഷ്ണനെ കാണാൻ പറ്റിയില്ല, അനുവാദം കിട്ടിയില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ വിഷമിച്ച് കനകദാസൻ ഈ അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു താമസിച്ചിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഭയങ്കര വിഷമിച്ച് കൃഷ്ണ നീ ബേഗണേ എന്ന പാടിയപ്പോൾ കനകദാസന് ദർശനം കിട്ടിയെന്നാണ് പറഞ്ഞത്. കൃഷ്ണനും വിഷമായിട്ട് കൃഷ്ണൻ ആ വിഗ്രഹം പടിഞ്ഞാറ് ഭാഗത്തോട്ടേക്ക് തിരിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം സ്റ്റിൽ ആ വിഗ്രഹം ഇപ്പോൾ അങ്ങനെ തന്നെയാണുള്ളത്. പിന്നെ നമുക്ക് കനകദാസന് ദർശനം കിട്ടിയ ആ ഒരു വഴി കനകന കിണ്ടി എന്നൊക്കെ പറഞ്ഞ് നമുക്കവിടെ അതിലൂടെയും കൃഷ്ണനെ കാണാൻ പറ്റും. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് മാൽപ്പേ ബീച്ചിലോട്ടാണ്. മാൽപ്പേ ബീച്ച് ഇവിടെ ഉടുപ്പിക്ക് അടുത്താണ്. ഈ ബീച്ചിലേക്ക് പോകുന്ന വഴി കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വടകര സാൻഡ് ബാങ്ക്സിലൊക്കെ പോകുന്ന പോലെ തോന്നി. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ കേരളത്തിൽ വന്ന അതേ ഒരു ഫീലായിരുന്നു. ഞാനിത് പ്രജുവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പ്രജു പറഞ്ഞാണ് എല്ലാ ബീച്ചിലേക്കുള്ള വഴിയും ഒരേപോലെ ആയിരിക്കും. ശരിയായിരിക്കും അല്ലേ? ഇനിയും പോകുന്ന വഴിക്ക് കുറേ അമ്പലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ചിക്കൻ കഴിച്ചത് കൊണ്ട് അക്ഷയ് പറഞ്ഞു നമ്മളിനി റൂൾസ് തെറ്റിക്കാൻ പാടില്ല, ഇനി അമ്പലത്തിൽ പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. തിരിച്ച് ഞങ്ങൾ റൂമിലേക്കാണ് പോയത്. അടിപൊളിയായിരുന്നു. ഇതാണ് നമ്മുടെ അക്ഷയ്. അപ്പം ഇന്നത്തെ ട്രിപ്പ് എന്തായാലും അടിപൊളിയായി. ഞങ്ങൾക്ക് അക്ഷയനെ കിട്ടിയോണ്ട് തന്നെ ഇന്ന് മാംഗ്ലൂർ വന്നിട്ട് കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റി. അടിപൊളിയായിരുന്നു. താങ്ക് യു. പുള്ളിയുടെ ഒരു ചാനൽ ഉണ്ട്, കന്നഡിക ഇൻ സൗത്ത് ആഫ്രിക്ക. സബ്സ്ക്രൈബ് ചെയ്യ എല്ലാരും. ഓക്കെ, അടിപൊളി.